നമസ്കാരം. മേഘാലയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ചിറാപുഞ്ചിയാണ്. ആ ചിറാപുഞ്ചിയിലേക്കാണ് ഇന്നൊരു യാത്ര പോകുന്നത്. തലസ്ഥാന നഗരിയായ ഷില്ലോങ്ങിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ യാത്രക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് പോകുന്നത് മേഘാലയ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. 7:30 അവിടെ ഓഫീസിൽ പോയിട്ട് യാത്രയുടെ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യേണ്ടത്. എന്നിട്ട് 8 മണിക്കാണ് യാത്ര പുറപ്പെടുക. രാവിലെ 7:15 ഷില്ലോങ്ങിന്റെ ഹൃദയഭാഗമായ പോലീസ് ബസാറിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് 700 മീറ്റർ ആണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിലേക്കുള്ളത്. 2500 അല്ലേ? 2500 വേണ്ട, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിന്റെ പൈസ അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചതാണ്. കാരണം ഇന്നലെ രാത്രിക്ക് ചോദിച്ചപ്പോൾ 3500 ആണ് പറഞ്ഞത്. അതൊന്നും വേണ്ട, ചെറിയ പൈസയിൽ തന്നെ നമുക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പോവാം. അപ്പം അതാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതുവഴിയാണ് നമുക്കിനി നടന്നു പോകാനുള്ളത്. മേഘാലയ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിലേക്ക് ഞങ്ങൾ വന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വന്നിട്ട് ഈ പാക്കേജ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഇവിടെ നിന്നാണ്. അതായത് പോകുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ഇവിടെ വന്നാൽ മതിയാവും. പോകുന്ന പാക്കേജിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്റ്റീവായിട്ട് ഇപ്പോൾ ഇവിടെ 4 പാക്കേജുകളാണുള്ളത്. അതിൽ ഞങ്ങളെടുത്തത് ചിറാപുഞ്ചിയിലേക്കുള്ള പാക്കേജാണ്. അത് ഇവിടുന്ന് രാവിലെ 8 മണിക്കാണ് പുറപ്പെടുക. 6 മണിയാകുമ്പം തിരിച്ചു വരും. ഒരാൾക്ക് 600 രൂപയാണ് വരുന്ന ചാർജ്. അതുപോലെ തന്നെ ഇവിടെ കാണേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്തായാലും അത്ര സമയം വേണം ഇതൊക്കെ കണ്ടു തീരാൻ. പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള, അതായത് മറ്റ് വേറെ പാക്കേജാണിത്. പിന്നെ ഇത് മോസിൻറാം പാക്കേജാണ്. അതായത് ഇപ്പം നിലവിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇവിടെയാണ്. അതിൻ്റെയൊക്കെ റേറ്റൊക്കെ അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാക്കേജ് വേണമെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാം. അതുപോലെ ഞങ്ങൾ ആദ്യം വന്നിട്ട് ദൗക്കിയിലേക്ക്, അതായത് മൗലിംഗ് ലോങ് വില്ലേജ് ഭാഗത്തേക്ക് പോകാനാണ് ഒരു പ്ലാൻ ഉണ്ടായത്. ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു വില്ലേജാണത്. പക്ഷേ നിലവിലിപ്പോൾ ലാൻഡ് സ്ലൈഡ് കാരണം ഈ ഒരു പാക്കേജ് ഇപ്പം നടത്തുന്നില്ല. ഇപ്പോൾ ക്ലോസ് ആണ് ആ റോഡൊക്കെ. അതിനൊരാൾക്ക് 800 രൂപയായിരുന്നു വരുന്നത്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസൊക്കെ വരുന്നത് ഈ കാണുന്ന ഒരു കെട്ടിടത്തിലാണ്. അതായത് സ്റ്റേറ്റ് കൺവെൻഷൻ സെന്റർ. പിന്നെ ഇവിടെ തന്നെ അക്കോമഡേഷൻ സൗകര്യങ്ങളൊക്കെ കിട്ടും. ചിറാപുഞ്ചി ഭാഗത്തേക്ക് പോകാനുള്ള ബസ് ഇതാണ്. അപ്പോൾ ആൾക്കാരൊന്നും വന്നിട്ടില്ല, നമുക്ക് പതിയെ കയറാം. പിന്നെ ഇവിടെ ഇത്ര നേരം നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ മാറി, നല്ല തെളിഞ്ഞ ആകാശം തന്നെയായി. മേഘാലയയുടെ രജിസ്ട്രേഷൻ ML എന്നാണ് വരുന്നത്. സീറ്റ് നമ്പറൊക്കെ ഉണ്ട്. ചെറിയൊരു ബസ്സാണിത്. 11ഉം 12ഉമാണ് ഞങ്ങളുടെ സീറ്റ് നമ്പറുകൾ. അപ്പോൾ ഇതാ ഇവിടെ 11, 12 ഈ 2 ഭാഗത്ത്. അത്യാവശ്യത്തിന് വണ്ടി ഫുള്ളാവുമെന്നൊക്കെ നമുക്ക് നോക്കാം. ബസ്സിന്റെ ക്യാബിൻ ഭാഗം ഇവിടെയാണേ. ഇവിടെയൊക്കെ വേണമെങ്കിൽ വന്നിരിക്കാല്ലേ? എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു ഗൈഡൊക്കെ വന്നിരിക്കുമായിരിക്കും അല്ലേ? സീറ്റ് നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഇല്ലല്ലോ. കാരണം ഇവിടെ ഗൈഡ് ആയിരിക്കും ഇരിക്കാൻ ചാൻസ്. പിന്നെ നമ്മുടെ ഡ്രൈവർ ആയിട്ടുള്ള ബായ് പറഞ്ഞു ഇവിടെ ഇരുന്നു. പക്ഷെ അവിടെ തന്നെ ഇരിക്കും. അത്യാവശ്യം ഇങ്ങോട്ട് വരാം. ബായ് आपका नाम बडो मेघालय में मेघालय चिरापुंजी साइड आपका गाँव പുള്ളിക്കാരൻ ചിറാപുഞ്ചി ഭാഗത്തുള്ള ആളാണ്. സംസാരിച്ച ഒരുപാട്. പിന്നെയുണ്ടല്ലോ ഇവിടുത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ ഗാസിയാണേ. നമുക്ക് എന്താ പറയാ, കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത്യാവശ്യം ആൾക്കാർക്ക് കുറച്ചായിട്ട് ഹിന്ദി അറിയാം, അതുപോലെ തന്നെ ഇംഗ്ലീഷും അറിയാം. കറക്റ്റ് 8 മണിക്ക് തന്നെ യാത്ര ഇതാ ഇവിടുന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ ആദ്യം തന്നെ പോലീസ് ബസാർ വഴിയാണ് പോവുക. ഈ ഷില്ലോങ്ങിൽ കൂടുതലും ടാക്സി ആയിട്ടുള്ളത് ആൾട്ടോകളാണ്. 800 അതുപോലെ തന്നെ ആൾട്ടോയും. രാവിലെ ഇറങ്ങി വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. പക്ഷെ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചിറാപുഞ്ചി ഭാഗത്തൊക്കെ നല്ല മഴയാണെന്നാണ്. കാരണം ഈ ചിറാപുഞ്ചി പോകുമ്പോൾ മഴ തന്നെയാണ് വേണ്ടത്. ഈ ബസ്സിന്റെ ഫ്രണ്ട് ഗ്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആകെ വ്യൂ കിട്ടാൻ ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. അതെന്താണ് ഇവിടെ ഇങ്ങനെ? കുറച്ചും കൂടെ ഉയർത്തണമായിരുന്നു ഇതിന്റെ ആ ഒരു വിസിബിലിറ്റി. ഷില്ലോങ് നഗരത്തിൽ നിന്ന് ഇനിയിപ്പം പുറത്ത് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം രാവിലെ നല്ല തിരക്കാണ്.
ഇതിന്റെ ഈ പുറകു ഭാഗത്തേക്കൊന്നും ആൾക്കാരെ ഇല്ല. ഞങ്ങൾ ഈ ഭാഗത്താണ് ഇപ്പൊ ഇരിക്കുന്നത്. ഞങ്ങളുടെ സീറ്റ് മുൻഭാഗത്താണ്. ഇത്ര ആൾക്കാരാണ് ചിറാപുഞ്ചി ഭാഗത്തേക്ക് ഈ ബസ്സിലുള്ളത്. ബ്ലോക്കിൽ പെട്ടിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് നേരമായി. ഇത് വലിയൊരു നിര തന്നെയുണ്ട്. ഇവിടെ റോഡിൻ്റെ വർക്ക് കൂടെ നടക്കുന്നുണ്ട്. അതാണ് ഇത്ര ബ്ലോക്കായത്. മാത്രമല്ല രാവിലെ കൂടെയല്ലേ, സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ മറ്റ് ഓഫീസ് ആവശ്യങ്ങൾക്ക് കൊണ്ട ആൾക്കാരും എല്ലാവരും ഇറങ്ങുന്ന ഒരു സമയമായതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഈ സ്ഥലത്തിന്റെ പേര് ലംഡൻ എന്നാണ്. നല്ല വ്യൂ ആണ് ഇവിടെ. ഇവിടെ താഴെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല കോടയൊക്കെ കാണാം. ഈ യാത്രയുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വരുന്നത് മാവ് ഡോക്ക് ഡിംപെക് വാലിയാണ്. അതായത് ചിറാപുഞ്ചി റൂട്ടിൽ തന്നെയാണ് ഇതുള്ളത്. ഷില്ലോങ്ങിൽ നിന്ന് 30 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഡെസ്റ്റിനേഷൻ വരുന്നത്. അതായത് നല്ല കിടിലൻ വ്യൂ പോയിന്റ് ആണ് അവിടെ ഉള്ളത്. ഏകദേശം ഒരു 15 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ പട്ടണങ്ങളൊക്കെ നമുക്ക് കാണാം. ചെറിയ റോഡാണ് ഇതുവഴി. ഈ പട്ടണത്തിന്റെ പേര് മൈലിയൻ എന്നാണ്. ഇവിടെ തന്നെ റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ കിട്ടും. ചിറാപുഞ്ചിയിലേക്കുള്ള റോഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ചില ഭാഗത്തൊക്കെ വളരെ മോശം റോഡുകളാണ്. കാരണം ഇവിടെ ഇപ്പോൾ പല ഭാഗത്തായിട്ട് പണി നടക്കുകയാണ്. കുറച്ച് വർഷങ്ങളെടുക്കും എന്തായാലും നല്ലൊരു റോഡായി വരാൻ. ഈ കാണുന്ന ഭാഗത്തൊക്കെ റിസോർട്ടുകളൊക്കെ കാണാം. ഇവിടെയൊക്കെ ഉണ്ട്. ഈ മലയുടെ താഴെ ഭാഗത്താണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. വഴിയൊക്കെ കുറച്ച് ദുർഘടം പിടിച്ചതാണ്. ഇഷ്ടംപോലെ ടാക്സികളുണ്ട്. ഒരു ലാൻഡ് സ്ലൈഡ് ഏരിയ ആണ് ഇതൊക്കെ. പോകുന്ന വഴിക്കാൻ ഒരുപാട് ധാബകളൊക്കെ കാണാം. അതായത് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാം. മേഘാലയയിൽ വന്നാൽ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വെതറില്ലേ, അതിതാണ്. നല്ല കോട കയറിയിരിക്കുകയാണ് ഇപ്പോൾ മുഴുവൻ. കുറച്ച് മുന്നേ ഇവിടെ നല്ല മഴ പെയ്ത് പോയതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. നമുക്ക് എത്താനുള്ള ആ ഒരു ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഇനിയിപ്പോൾ ഏകദേശം ഒരു 500 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. ഇവിടെ എവിടെയോ ആണ് അതിൻ്റെ മാർക്കറ്റ് വരുന്നത്. ആ മുൻഭാഗത്തേക്ക് ഒന്നും വിസിബിൾ ആവുന്നില്ല. ഇവിടത്തേക്ക് വേറെ റോഡൊക്കെ ഉണ്ട്. ഇതാണ് ഇപ്പോഴത്തെ കാഴ്ച. This is our first part of the tour. Okay, this is the Maukdok Dimpap Valley viewpoint. Okay, we are not yet in Cherapinji. This is not Cherapinji. Okay, after we're done from here, we'll have to walk about falls. From there onwards, Cherapinji will start on. Okay, after that, all the spot that we will visit is all inside Cherapinji. So here we are stopping because it's a bit a long journey starting from the office till here. So we'll take a short break here also. Okay, so here to see the Dimpap Valley, you will have to cross this bridge here, the Dwan Singh Siem Bridge. Okay, so it is named after one of our king of Cherapinji, Dwan Singh Siem Bridge. Okay, so you'll cross the bridge, move on ahead, there will be the viewpoint. It's a bit cloudy, a bit foggy today, but maybe you'll see some parts of the valleys. Okay, and we are not stopping here for breakfast. യാത്രയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ മാവ് ഡോക്ക് ഡിംപം വാലി. ഇവിടെ 20 മിനിറ്റ് ആണ് സമയമുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പാലം ഉണ്ട് കാണാൻ വേണ്ടി. ആ പാലത്തിന്റെ പേര് വരുന്നത് ഡുവാൻ സിംഗ് സിയാം പാലാണ്. ആ ഒരു പാലത്തിന്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ കിട്ടും. പക്ഷെ വേറെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നല്ല കോടയായതുകൊണ്ട് വ്യൂ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റൂല. ഇതേ നിങ്ങൾ തന്നെ നോക്കിക്കോ,
ഇവിടെയാണ് പാലം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ബസ് അങ്ങ് അവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ നിലവിലെത്തിയ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ശരിക്കും താഴെയിട്ട് നോക്കിയാൽ കോട മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു പേരൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. താഴേക്കൂടെ ചെറിയൊരു സ്ട്രീമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ടോൾ സംവിധാനമൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ പാലം തന്നെയാണ്. നമ്മൾ ഇതുവരെയായിട്ടും ചിറാപ്പുഞ്ചി എത്തിയിട്ടില്ല. ഇത് നിലവിൽ ചിറാപ്പുഞ്ചി അല്ല. ചിറാപ്പുഞ്ചിയിലേക്ക് ഇവിടുന്നും 24 കിലോമീറ്റർ ഉണ്ട്. ഈ പോകുന്ന വഴിക്ക് തന്നെ നല്ലൊരു പനോരമയ്ക്ക് വ്യൂ കിട്ടുന്ന ഒരു ഭാഗമായിരുന്നു. ഞാൻ പറഞ്ഞില്ല മോനു ഇവിടുത്തെ നോക്കിയ പക്ഷെ നല്ല ഞാൻ പറഞ്ഞില്ല ഒരു സ്ട്രീം ഉണ്ടെന്ന്. അത് ഇതാണിതാ, ഒരുപാട് താഴ്ചയിലാണ് അതുള്ളത്. ആ ഒരു വാലിന്റെ ഒരു വ്യൂ ആണ് നമുക്ക് ഒന്ന് കാണാൻ വേണ്ടി പറ്റുക. പക്ഷെ എന്താ പറയാ, ഒന്നുമേ കാണാതെ ഇത്രയേ ഉള്ളൂ. ഇതാ പക്ഷെ അവിടെയൊക്കെ നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അതിന്റെയൊക്കെ ഒരു ചെറിയൊരു കറുത്ത രീതിയിൽ കാണുന്നുണ്ട്. ഇതിന്റെ ഇനി ആ ഒരു സൈഡിലേക്ക് പോയാൽ എന്താണ് കാഴ്ച എന്നൊക്കെ നമുക്ക് പോയി നോക്കാം. വെൽക്കം ടു ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ഓഫ് സൊഹ്റ. ഈ സൊഹ്റ എന്ന് പറയുന്നത് ചിറാപുഞ്ചിയാണ്. അപ്പൊ അതിന്റെ ടോട്ടൽ ഒരു മാപ്പ് ഇവിടെ കൊടുത്തത് കാണാം. ഇനിയിപ്പോ ഇതുവഴി നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റും. അതിന് ഇങ്ങനെയാ പോവാ. സ്റ്റെപ്പുകൾ ഇറങ്ങി പോവാം. അതായത് പാലത്തിന്റെ നേരെ ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് എല്ലായിടത്തും നല്ല വൃത്തിയാണ്. എല്ലായിടത്തും പ്ലാസ്റ്റിക് വലിച്ചെറിയരുതെന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു കഫേയൊക്കെ ഉണ്ട് ഇവിടെ. ടിക്കറ്റും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീ ആണ്. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ വണ്ടിയില്ലേ അത് കൂടുതലായിട്ടും കുറച്ച് വയസ്സായ ആൾക്കാരാണ്. അതെ. ഭാഗത്തൊക്കെ പിന്നെ നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാർ ആരും തന്നെ ഇല്ല, കുറവാണ്. ബാച്ചിലേഴ്സ് നമ്മുടെ ആ ഒരു ഇതിലില്ല. ഈ തണുപ്പ് ഈ ഒരു സ്ഥലത്തൊക്കെ വരുമ്പോ അട്ട ഉണ്ടാവുമെന്നൊരു സംശയം അല്ലേ? അട്ടയുണ്ടാവും, അത് നോക്കണം. പിന്നെ ചെറുതായിട്ടൊരു മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. അതെന്തായാലും ഉണ്ടാവും, മേഘാലയല്ലേ. സ്ലിപ്പാവാൻ പാടില്ല. ഇനി ഇതിന്റെ താഴെ നിന്ന് വേറെ എന്തെങ്കിലും കാണാൻ പറ്റുമോ നമുക്ക് ആദ്യം പോയി നോക്കാം. വാലിയുടെ ഒരു വ്യൂ പോയിന്റ് ഇവിടെയാണ്. കോട ഇല്ലായിരുന്നെങ്കിൽ ഇത് മൊത്തത്തിൽ കാണാമായിരുന്നു. ഇതിപ്പോ കോട കൂടുതലല്ലാതെ ഇവിടുന്ന് കുറയുന്നേ ഇല്ല. അതുപോലെ ഈ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് വേണം. ഞങ്ങൾ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് ഇവിടത്തേക്ക് ഇറങ്ങുന്നില്ല. കാരണം എന്താ അറിയോ, അവിടെ പോയാലും കാണുന്നത് ഈ കാഴ്ച തന്നെയാണല്ലോ. വെറുതെ ഇറങ്ങാന്നല്ലാതെ പ്രത്യേകിച്ച് നല്ല വ്യൂ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങിയേനെ. അതിൻ്റെ ഒരു കൗണ്ടറൊക്കെ വരുന്നത് ഈ ഭാഗത്താണ്. ഇതാണ് ഇവിടുത്തെ ഫുള്ള് വെള്ളമയം, അല്ലാതെ വേറെ ഒന്നുമില്ല. ആൾക്കാർ ഒരുപാട് ഈ ഭാഗത്തുനിന്ന് വരികയാണ്. ഇനി പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ റോഡ് സൈഡിൽ തന്നെ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഈ താഴെ ഭാഗത്തേക്ക് കാണുന്ന കാഴ്ച നേരത്തെ അങ്ങാ ഭാഗത്തേക്കാണല്ലോ പോയത്. ഇതാ ഇവിടെയൊക്കെ നല്ല ചൂട് കോണൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് കഴിക്കാം. പിന്നെ ഇവിടെ തന്നെ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് ഈ പാലത്തിൻ്റെ നേരെ ഈ ഭാഗത്ത്. ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് ബസ് കയറി പോവാം. ചായയോ, ഈ സമയത്ത് ഒരു ചായ കുടിക്കുന്നത് നല്ലതാണ്, നല്ല തണുപ്പല്ലേ. പിന്നെ ചെറിയ കടകളും ഉണ്ട്. ഈ ഭാഗത്ത് വന്നാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ചിക്കനും പോർക്കുമാണ്. അതുപോലെ തന്നെ ഞങ്ങളിവിടുന്ന് പറഞ്ഞത് 2 വെജ് മാഗിയാണ്. അപ്പം 40 രൂപയാണ് ഒരു മാഗിക്ക്. നല്ല തണുപ്പുള്ള സമയത്ത് ചൂട് മാഗി കഴിക്കാൻ നല്ല രസമല്ലേ അല്ലേ? നമ്മുടെ മണാലി, അതുപോലെ തന്നെ ഊട്ടി, ലഡാക്ക്, കാശ്മീരൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു തണുപ്പിന്റെ ഒരു വെച്ച് നോക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് പ്രിഫർ ചെയ്യുന്ന ആ ഒരു ഫുഡ് മാഗി തന്നെ ആയിരിക്കും. മാഗിയൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഈ ഭാഗത്തുനിന്ന് ബസ് കയറി പോവുകയാണ്. നമ്മുടെ ബസ് വരികയാണ്. അങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് ഈ താഴേക്കുള്ള വ്യൂ ഇതാണേ. വലിയ കൊക്കയാണ് ഇവിടെ. ആ ഭാഗത്ത് മുഴുവനും മലനിരകളാണ്.
എന്നാൽ കോടയില്ലാത്ത ഭാഗത്തെ കാഴ്ച. നേരത്തെ നമ്മൾ കണ്ട ഒരു ബസ്സില്ലേ, അതിതാ ഇവിടെ. Okay, all the spots we will visit, we will see now is all Cherrapunji. Okay, for this spot here is our next spot, the Nokalika waterfall. Okay, here you have to pay for your entry fees to go see the Nokalika waterfall. That is 50 rupees per head. You don't have to get off the bus, they will come inside, give you your ticket, just pay for your ticket inside the bus. Be seated, will go inside with the bus. Alright, but one thing you see, it's very cloudy outside. The waterfall might be visible, might not be visible. It is the weather. There are 50-50 chances whether you will see it or you might not see it. അങ്ങനെ ഒഫീഷ്യലി ചിറാപുഞ്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം പോകുന്നത് നൊഹ്കാലിക്കൈ വാട്ടർഫാൾ കാണാനാണ്. അപ്പോൾ അതിന് ടിക്കറ്റ് ഒക്കെ എടുത്ത്. Alright guys, listen up. So we are here. This is the Nohkalikai waterfall, the second tallest falls in India. Okay. So here you'll be seeing the waterfall from this area here. There's a fencing here. From there you'll be able to see the waterfall. You don't have to go all the way there. Just from here also, if it is clear, you will be able to see the waterfall. നൊഹ്കാലിക്കൈ വാട്ടർഫാളിൻ്റെ ഇവിടെയുള്ള പാർക്കിംഗ് ആണ്. പിന്നെ ഇവിടെ തന്നെ ചെറിയ കടകളൊക്കെ കാണാം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. 20 മിനിറ്റ് ആണ്. ഇതാണ് ടിക്കറ്റ് വരുന്നത്. രണ്ടുപേർക്കും കൂടെ 100 രൂപയാണ് ആയത്. എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ നമുക്കിവിടുന്ന് ഒന്നും കാണാൻ പറ്റില്ല. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കാഴ്ച. ഇവിടെ എവിടെയാണ് വാട്ടർഫാൾ? അവിടെ എവിടെയോ ആണ്. ആ ഭാഗത്ത് എവിടെയാണ് വാട്ടർഫാൾ ഉള്ളത്? ഇവിടെ എന്ത് വാട്ടർഫാള്, എന്ത് മല അല്ലേ? ഫോഗ് ചതിച്ചാശാനെന്ന് പറയാ. ഇതാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു മഴ പെയ്യണമായിരുന്നു. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫോഗെല്ലാം പോയേനെ. ഇവിടെ കാണാൻ പറ്റിയ നല്ല സ്പോട്ട് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഒന്നും കാണുന്നില്ലല്ലോ. ഇതിലൂടെ നടന്ന് ഇങ്ങനെ പോകാനുള്ള നല്ല വഴികളൊക്കെ ഉണ്ട്. ഇതിലൂടെയൊക്കെ നടക്കാം. പക്ഷെ ഇതിലൂടെ നടന്നാലും ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഈ ഒരു കോടയല്ലല്ലോ കാണേണ്ടത്. കോട കാണണമെങ്കിൽ നമ്മുടെ നാട്ടിലും ഇല്ലേ, പക്ഷെ ആ ഒരു കാഴ്ചയല്ലേ കാണേണ്ടത്. പതിയെ പതിയെ ക്ലിയർ ആയി വരികയാണിതാ. ചെറിയ കുറച്ചും കൂടെ വാടാ ഇതാ കാണുകയാണിതാ. അവിടെയാണ് വാട്ടർഫാൾസ്. ഇതാ കണ്ടു പോനെ. ഇവിടെ വരെ വന്നത് വെറുത്തായി. യെസ് ഇതാ എല്ലാം റിമൂവ് ആയി. ഇതാ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ വെള്ളച്ചാട്ടം ഇതാ. ഈ വെള്ളച്ചാട്ടമില്ലേ പ്ലഞ്ച് വെള്ളച്ചാട്ടം എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് നേരെ കുത്തനെ താഴേക്കാണല്ലോ വരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിരാശപ്പെടേണ്ട കാര്യം വന്നില്ല. അയ്യോ ഇതാ ഇത്രയും താഴ്ചയില് എന്ത് വ്യാ നോക്കിയാ. ബസ്സുകാരനാണ് അവിടെ നിന്ന് ഹോൺ അടിക്കുന്നത്. കുറച്ചേരം അടിക്കട്ടെ, കാരണം ഇത്രയും ദൂരം വന്നിട്ട് വെറുതെ പോക്ക് നടക്കൂലല്ലോ. അവിടുത്തെ ആ ഒരു കാഴ്ചയൊക്കെ അങ്ങനെയാണ്. കുറച്ചുകൂടെ വ്യക്തമായി നോക്കുവാണെങ്കിൽ അവിടുന്ന് നേരെ വീഴുന്ന വെള്ളം ഇതങ്ങ് അവിടെയാണ് പതിക്കുക. ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി തന്നെ കാണുമ്പം ഒരു ഒന്നൊന്നര ഫീലാ. ഇതാണ് ടോട്ടലി ഉള്ള കാഴ്ച. എനിക്ക് ഈ കാഴ്ചകളിൽ നിന്ന് മാറിപ്പോവാനേ തോന്നുന്നില്ല. കാരണം ഇപ്പം അത്രയും ക്ലിയറായി. ഒഴുകി പോകുന്നതൊക്കെ കാണാം. ആ വെള്ളം പതിക്കുന്ന ഭാഗത്തെ ആ ഒരു കാഴ്ച കണ്ട നല്ല ഫ്രഷ് വാട്ടറാണ്. ഈ ഒരു നൊഹാലിക വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണ്. 340 മീറ്ററാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. ഈ ഒരു നൊഹാലിക എന്നൊരു പേര് എങ്ങനെ വന്നു എന്ന് നോക്കുകയാണെങ്കിൽ, പ്രാദേശികമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ ഭാഗത്ത് വരുന്ന ഒരു ഗ്രാമത്തിൽ ലിഗായ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ താമസിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ സ്ത്രീക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു, മകളും ഉണ്ടായിരുന്നു. ആ ഭർത്താവിൻ്റെ മരണശേഷം രണ്ടാമത്, അതായത് ഈ ഒരു മകളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പുനർവിവാഹം കഴിക്കുകയുണ്ടായി. ആ ഒരു രണ്ടാമത്തെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വളരെയധികം, അതായത് ഈ മകളോട് വളരെയധികം ദേഷ്യപ്പെടുകയും അങ്ങനത്തെ ഒരു കർക്കശക്കാരാണ് ഉണ്ടായത്. അങ്ങനെ ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചുമട്ട് ആ റിലേറ്റഡ് ആയിട്ടുള്ള തൊഴിലെടുക്കുന്ന ഒരാളാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ജോലിക്ക് പോയ സമയത്ത് ഈ പറഞ്ഞ രണ്ടാമത്തെ ഭർത്താവ് ആ ഒരു മകളെ കൊല്ലുകയുണ്ടായി. കൊന്ന ശേഷം ആ ഒരു മാംസം വെച്ചിട്ട് കറി വെക്കുകയുണ്ടായി. അപ്പം സാധാരണ സ്ത്രീ അലിക്കായി എന്ന് പറഞ്ഞ സ്ത്രീ ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് വൈകുന്നേരം ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. അവിടെ പാകം ചെയ്ത ആ ഒരു മകളെ പാകം ചെയ്ത ഒരു ഉണ്ടല്ലോ, കറി ഉണ്ടല്ലോ, അത് കൂട്ടി ഭക്ഷണം കഴിക്കുകയുണ്ടായി. ശേഷം ഇവർക്ക് ഭക്ഷണം കഴിച്ച ശേഷം മുറുക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ആ ഒരു മുറുക്കാൻ വേണ്ടി പോയ സമയത്ത് ആ ഒരു വെറ്റിലൊക്കെ വെച്ച ഭാഗത്ത് ആ കുട്ടിയുടെ കൈ വിരലുകളൊക്കെ കാണുകയുണ്ടായി. ആ ഒരു സമയത്ത് തൻ്റെ മകളിവിടെ നരബോധനം ചെയ്യപ്പെട്ടു എന്ന് ആ ഒരു സ്ത്രീ മനസ്സിലാക്കപ്പെടുകയും ആ ഒരു മനോവിഷമത്തിൽ മഴുവൊക്കെ എടുത്ത സമയത്ത് ഈ ഭാഗത്തേക്കൂടെ ഓടി ഇവിടെ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് ആ ഒരു പേര് വരാൻ കാരണം. വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു കാഴ്ചയെന്നൊക്കെ ഇനി ഞങ്ങൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ എവിടെയാണെന്ന് അതിൽ തന്നെ പറയും, നമുക്ക് നോക്കാം. ഇനി അടുത്ത ലൊക്കേഷൻ രാമകൃഷ്ണ മിഷൻ മ്യൂസിയമാണ്. മ്യൂസിയം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് ആണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ വീണ്ടും കോട കയറി വരികയാണ്. അതായത് ഒരു അരമണിക്കൂർ മാത്രം കുറച്ച് വിസിബിൾ കിട്ടും, വീണ്ടും കോട വരും, പിന്നെ ഒരുപാട് നേരം അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്കെന്തോ ഭാഗ്യമുണ്ട്. വളരെ ചെറിയ റോഡാണ് ഇനി, അതായത് ഒറ്റ വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്നത്. ഇത്രയേ ഉള്ളൂ റോഡ്. താഴെ ഭാഗം വഴി റോഡൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ വ്യക്തമാവുന്നുണ്ട്. ഒന്ന് ദൂരത്തായി ചെറിയൊരു പട്ടണം. രണ്ട് വണ്ടി ഒരേ സമയത്ത് കടന്നു പോവുക കുറച്ച് ബുദ്ധിമുട്ടാണ്. മേഘാലയയുടെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോണ്ടല്ലോ പറയാൻ വേറെ പ്രത്യേകിച്ച് വാക്കുകളൊന്നും തന്നെ ഇല്ല. കാരണം അത്രയും മനോഹരമല്ലേ. ഇനി പോകാനുള്ള റോഡ് അങ്ങോട്ടാണ്. അങ്ങ് അവിടെ ഒരു ലേക്ക് കാണാം, എത്രയോ താഴെയാണത്. അവിടെ ചിറാപ്പുഞ്ചി പട്ടണമാണിത്. ഈ ചിറാപ്പുഞ്ചിയെ സോറ എന്നാണ് പറയാ. ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. നമ്മളെല്ലാവരും ചിറാപ്പുഞ്ചി ചിറാപ്പുഞ്ചി എന്ന് തന്നെയാണല്ലോ പറയാറ്. സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര് ആണ് സൊറ എന്ന്. ഇനിയിപ്പോൾ ഇവിടുന്ന് മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് ഒരു 500 മീറ്ററും കൂടെ ഉണ്ടാവുള്ളൂ. ഇടുങ്ങിയ വഴിയാണ് അത്. ഈ ഭാഗത്തെല്ലാം ഏകദേശം ഇതേപോലെ തന്നെയാണ്. വഴികളൊക്കെ എത്രയേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഒരു വീടാണ്. അത്ര ഇടുങ്ങിയ വഴി. പക്ഷെ എല്ലായിടത്തും നല്ല കാമാണ്, അതാണ്.
here, this is our next spot of the tour. That is the Ramakrishna Mission Ashram. Okay. So here, remember, when you go inside the building, the campus of the Ramakrishna Mission, you are not allowed to take any pictures. Not anywhere inside the campus you are allowed to take pictures. Cell phone should be on silent mode. Do not make noise inside the campus. Alright. So here we are to see the anthropological museum. You see this building here, this side? You go to the second floor, you'll be seeing the museum there. It's a small room, not so big. 2 rooms are there. That is considered to be the museum. You go there and see. Remember, no pictures, no videos. Okay? രാമകൃഷ്ണ മിഷൻ മ്യൂസിയത്തിൻ്റെ ഈ മുൻഭാഗത്ത് തന്നെ കുറച്ച് കടകളൊക്കെ കാണാം. നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ലേ വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്ന്, അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറുന്നില്ല. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സ്പേസ് തന്നെ ഉണ്ട് ഇവിടെ. 20 മിനിറ്റോളം ഇവിടെ സ്റ്റോപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളിനിപ്പോൾ ഈ ഒരു താഴെ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് കരുതി. ഇതിലൂടെ ചെറിയൊരു വഴിയാണ്, നേരത്തെ വണ്ടി കയറി വന്ന വഴി തന്നെയാണിത്. ഒരുപാട് വണ്ടികൾ ഇതാ വരുന്നുണ്ട്, ടൂറിസ്റ്റുകൾ തന്നെയാണ് കൂടുതലും. ഈസ്റ്റ് ഗാസി ഹിൽസിലാണ് ചിറാപുഞ്ചി ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പട്ടണത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പേര് എന്ന് പറഞ്ഞാൽ സൊഹറ, അതായത് സൊറ എന്നും പറയും, അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് ചിറാപുഞ്ചി എന്ന് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പട്ടണത്തിൽ ബ്രിട്ടീഷുകാരായിട്ട് ഒരുപാട് ബന്ധമുണ്ട്, അതായത് ഒരുപാട് നിർമ്മിതികൾ ഇവിടെയുണ്ട്. അപ്പം ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അവർ ഈ ഒരു സൊറ എന്നൊക്കെ നമ്മൾ പറയില്ല, അതിനെ തെറ്റായ രീതിയിലാണ് ഉച്ചരിച്ചത്. സൊറ എന്ന് പറയുന്നതിന് പകരം അവർ ചിറ എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പൂഞ്ചി എന്ന് പറഞ്ഞാൽ ബംഗാളിയിൽ ഗ്രാമങ്ങളുടെ കൂട്ടം എന്നാണ്. അങ്ങനെ ചിറാപുഞ്ചി എന്ന് വിളിക്കപ്പെടുകയുണ്ടായി. പിന്നെ വരുന്ന ടൂറിസ്റ്റുകളായാലും ഇവിടെ വരുന്ന ആരായാലും ഈ ഒരു പട്ടണത്തിനെ ചിറാപുഞ്ചി എന്നാണ് വിളിച്ച് പോയത്. ശരിക്കും നേരത്തെ പറഞ്ഞല്ലോ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് സൊറ തന്നെയാണ്. നമ്മളിപ്പോൾ എല്ലാ ബോർഡിലൊക്കെ കാണുന്നത് സൊറ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ചിറാപുഞ്ചി, അതായത് ഈർപ്പമുള്ള സ്ഥലം, വെറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ആ ഒരു റെക്കോർഡ് ഇപ്പോൾ ചിറാപുഞ്ചിക്ക് ഇല്ല. മൗസിൻ റാമിനാണ് ആ ഒരു റെക്കോർഡ് ഉള്ളത്. ഈ മൗസിൻ റാം എന്ന് പറയുന്നത് മേഘാലയയിൽ തന്നെ മറ്റൊരു പ്രദേശം തന്നെയാണ്. വീഡിയോയുടെ തുടക്കഭാഗത്തിൽ കാണിച്ചല്ലോ. ചിറാപുഞ്ചിയിലെ പ്രധാനപ്പെട്ട മൗസ്മൈ കേവിലേക്കാണ് ഇനി പോകുന്നത്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമുണ്ട്. നേരത്തെ നബി പറഞ്ഞല്ലോ, ഇവിടെ ബോർഡിലൊക്കെ സോറാൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ചിറാപുഞ്ചിന്ന് എഴുതുന്നത് കുറവാണ്. ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട്, ആ ഭാഗം പിന്നെയും ക്ലിയർ ആവുന്നുണ്ട്. ഇവിടെ ഒക്കെ സൊറാൻ തന്നെയാണ്. ഈ സൊഹ്റ, അതായത് ചിറാപുഞ്ചി ഭാഗത്ത് താമസിക്കുന്നവരില്ലേ, അതായത് ഇവിടുത്തെ പ്രാദേശിക നിവാസികൾ, ഇവർ ഗാസി വിഭാഗത്തിൽ പെടുന്നവരാണ്. ഇതാ അടുത്ത ഒരു കേവിൻ്റെ ഭാഗത്തേക്ക് എത്തുകയാണ്. ഇനി ഇവിടെ എത്ര മിനിറ്റാണ് നമുക്ക് സമയം കിട്ടുകയെന്ന് നോക്കാം. 20 മിനിറ്റ് തന്നെ ആയിരിക്കും. Alright everyone, so here we are. This is our next part of the tour, the Mausmai Cave, also known in our local language the Krempuban. Okay, so this cave is a natural cave, not man-made. It is a natural limestone cave made out of stalactites, stalagmite rocks. Okay, so the floor is made out of stalagmite and the ceiling of the cave is made out of stalactite rocks. Okay, so here the cave is one-way cave. It is not that you go and you come back the same way, no. So you enter from one side, you exit from the other side. There is another exit at the end of the cave. So it is around 150 meter long, the cave. Okay, and the most important part is that, remember, when you go inside, there are some parts inside the cave which are very narrow. Some parts of the cave where the ceiling is very low, so you have to crawl through, you have to bend to go through the cave. Okay, so those who are physically not fit, like having any kind of breathing problem or walking problem, I suggest you do not go inside. Don't worry, lights are all available inside, okay, inside the cave. But those who are physically not fit, having any kind of issue with their breathing, so please do not go inside. Okay, for those who are going, you have to be back on time. The time here is 30 minutes. It will take you around 20-25 minutes to complete the cave totally. Okay.
മൗസ് മൈ കേവിൻ്റെ ഇവിടെ പാർക്കിംഗ് ഒക്കെ വേണ്ടി ഒരുപാട് സ്ഥലമുണ്ട്. ഇതുവഴിയാണ് ഇനിയിപ്പോൾ അകത്തേക്ക് കയറുക. ടിക്കറ്റ് കൗണ്ടർ എവിടെയാണെന്നാണ് നോക്കുന്നത്. മിക്കവാറും അങ്ങ് ആ ഭാഗത്താകാം. മൗസ് മൈ കേവ് എൻട്രൻസ് ഇതുവഴിയാണ്. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, കയറുന്നത് ഇറങ്ങുന്നത് വേറെ ഭാഗം വഴിയാണെന്ന്. ഇവിടുന്ന് 2 ടിക്കറ്റ് എടുക്കാം. കേവിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് 30 രൂപയാണ് ആയത്. അവിടെ UP ഇല്ല, ഓൺലി ക്യാഷ് മാത്രമേ ഉള്ളൂ. ഗുഹയുടെ ആകെ നീളം 150 മീറ്റർ ആണ്. പിന്നെ ഇത് മനുഷ്യനിർമ്മിത ഗുഹയല്ല, പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഗുഹയാണ്. ചുണ്ണാമ്പ് കല്ലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും ഇവിടെ. ഇതിലേക്കുള്ള എൻട്രി ഇങ്ങനെയാണ്. സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ലൈറ്റ് സൗകര്യമുണ്ട്. ബസ്സിലത്തെ നമ്മുടെ ഗൈഡ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കുറച്ച് ഭാഗത്തെത്തുമ്പം ഇതിൻ്റെ ആ ഒരു ഹൈറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ കുറയും. പിന്നെ വഴുതി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് മെയിനായിട്ട്. ഇപ്പോൾ നല്ല വഴുക്കലുണ്ട് ഇവിടെ. ഇതിലൂടെ ഇനി മുന്നിലോട്ടാണ് പോകേണ്ടത്. ഇതൊക്കെ ഉണ്ട്. അതായത് പണ്ട് കാലത്ത് ഇതിലൂടെയൊക്കെ വെള്ളം ഒഴുകിയ ഭാഗമാണ്. അതാണ് ഇപ്പം ഇങ്ങനെ ആയത്. ഇതൊരു വലിയൊരു സംഭവം തന്നെ അല്ലേ. ആ വെള്ളം ഒഴുകിയ ഭാഗത്താണ് ഈ ഒരു ഗുഹ ഇങ്ങനെ ആയി വന്നത്. അയ്യോ, തലയിടിച്ചു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഹെയ്റ്റ് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് പോയി ഇടിച്ചാണ്. ഇവിടൊക്കെ ഉണ്ടാവും, അതൊക്കെ ശ്രദ്ധിച്ചു പോവുക. ഇനിയാണ് ഇതാ ഇതിൻ്റെ ഉള്ളിലൂടെ കയറണം. ഞാൻ ആദ്യം കയറട്ടെ, എന്നിട്ട് നവി അതിൻ്റെ പുറകെ വന്നോ. അതാണ് ഏറ്റവും നല്ലത്. ചെറിയ ഇടിഞ്ഞ വഴിയാണ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത്. വരൂ 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 വരൂ. ആ, നല്ല വന്നാൽ മതി, തിരക്കില്ല. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട്. ഇവിടെ വഴുതി വീഴാനുള്ള സമയമാണ്. അങ്ങനെ എങ്ങനെയോ ഇതാ ഇവിടെ എത്തി. ഞാൻ സേഫായി. വരൂ വരൂ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇഴജീവികളൊന്നുമില്ല കേട്ടോ. ഇഴജീവികളൊന്നുമില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതിന്റെ അകത്തേക്ക് വരുമ്പോ ധൃതി കളിച്ചിട്ട് കാര്യമില്ല അല്ലേ. ഒരു ചേച്ചിക്ക് തല മുട്ടി കണ്ടില്ലേ. തല നോക്കണേ. ഇതൊക്കെ ഒന്ന് നോക്കി നവി. ഇതൊക്കെ നല്ല ശക്തി തന്നെ ഇവിടെ ഉണ്ട്. വെള്ളത്തിന്റെ ഒരു അംശമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇനിയിപ്പോ ഇങ്ങനെയാണ്, ഇതുവഴി പോണം. മുകളിലത്തെ ഇത് തല തട്ടുന്നുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. കണ്ടതാ, ചെറിയ വഴുക്കലൊക്കെ ഉണ്ട്. വീണ് കഴിഞ്ഞാൽ തലയിടിക്കും, അതാണ് മെയിൻ പ്രശ്നം. ഇതിലൂടെ ഇങ്ങനെയൊക്കെ നടക്കാനുള്ള ഒരു വഴിയൊക്കെ ഉണ്ട്. ശരിക്കും ഇതാണ് പ്രകൃതിയുടെ അത്ഭുതം. പ്രകൃതി സ്വയം നിർമ്മിച്ചെടുത്ത, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ ഒരു ഗുഹ. ഇവിടെ ലൈറ്റ് എക്സ്ട്രാ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ മനുഷ്യൻ ചെയ്തത്. ബാക്കിയൊക്കെ നാച്ചുറലാണ്. ഇനി ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി അതുവഴി അങ്ങനെ നടക്കണം. ഓക്കെ അല്ലേ? തലേന്ന് ഇതുവരെ മുട്ടിയില്ലല്ലോ. ഇതുവരെ മുട്ടിയില്ല, അത്ര ശ്രദ്ധിച്ചിട്ടല്ല പോകുന്നത്. ഇവിടെ കുറച്ച് ഹൈറ്റിലാണുള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഗുഹയുടെ ഏറ്റവും അവസാനമാണിത്. ഇവിടുന്ന് മുകളിലേക്ക് ഇങ്ങനൊരു കാഴ്ചയുണ്ട്, കാണാൻ നല്ല രസമല്ലേ. ഇവിടുന്ന് ഈ ഭാഗത്തേക്കും വഴിയുണ്ട്, പക്ഷെ അതിൽ എവിടെ നിന്ന് പോയിട്ട് കാര്യമില്ല. ഇതാണ് എക്സിറ്റ്. അങ്ങനെ നമ്മൾ ഇതാ പുറത്തെത്തുകയാണ്. ഇപ്പോഴാണ് പുറത്തെത്തിയത്. ഓക്കെ അല്ലേ? ഓക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതുവഴി നടന്നു പോവാം. ഈ മൗസ്മായി എന്ന് പറഞ്ഞ ഒരു പേരില്ലേ, അത് ഗാസി ഭാഷയിലത്തെ പേരാണ് കേട്ടോ. അതായത് ശബദക്കല്ല് എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. മൗ എന്ന് പറഞ്ഞാൽ കല്ല് എന്നും സ്മായി എന്ന് പറഞ്ഞാൽ ശബദം എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെയൊക്കെ പുറത്തിറങ്ങിയാൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ കടകൾ ഇഷ്ടം പോലെയുണ്ട്. ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സും, പിന്നെ ഇവിടെ കണ്ടോ ഒരുപാട് ബാഗൊക്കെ കാണുന്നില്ലേ. ഒരുപാട് കടകളുണ്ട് ഈ പുറത്ത് തന്നെ.
രാവിലെ 8 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഇതുവരെ 4 സ്ഥലങ്ങളാണ് കാണാനായി സാധിച്ചത്. ഇനിയും കിടിലൻ 4 സ്ഥലങ്ങളെ കൂടി ഉണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് നോക്കിയാൽ ബംഗ്ലാദേശിനെ കാണുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അവിടേക്കൊക്കെയാണ് ഇനി പോകാനുള്ളത്. അതോടൊപ്പം തന്നെ 7 സിസ്റ്റേഴ്സ് വാട്ടർഫാൾ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ്. അതിന്റെ കാഴ്ചകളൊക്കെയായി അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.